ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉമ്മ ഇപ്പം ചക്കരയൊക്കെ ഉള്ളിലുണ്ട്, അവരൊക്കെ ഡ്രസ്സ് മാറുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വർക്കല റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത് നിങ്ങൾക്കറിയാം, ഒന്നുകിൽ എന്നെയും ചക്കരനെയും കൊണ്ടാക്കാൻ അവിടെ നിന്ന് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പിന്നെ അനിയനെ അതായത് റമീസിനെ കൊണ്ടുവരാൻ, അതിനാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഞാനും ചക്കരയും പാലക്കാട്ടോടൊന്നും പോവുമല്ല, റമീസ് വരികയാണ്. ഓക്കെ, അപ്പോൾ റമീസിന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പോവാണ്. അവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഉള്ളിൽ ഡ്രസ്സ് മാറിയും എടുക്കുകയാണ്. അപ്പോൾ റമീസ് പിന്നെ ഉച്ചയ്ക്കല്ല, വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് ടൈം, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റമീസിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നല്ല ചൂടാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ മഴക്കാറായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല. ഏതൊക്കെയോ സ്ഥലത്തൊക്കെ ഇപ്പോഴും മഴ ഉണ്ടാക്കുന്ന ഇങ്ങനെ വാർത്തയിലോ എന്തിലോ ന്യൂസ് വാട്സാപ്പിൽ എന്തിലോ കണ്ടു. എവിടെയാണെന്ന് അറിയില്ല, നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മഴ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളി. ഓക്കെ, നമ്മുടെ കാറ് ബൈക്കൊക്കെ ഇവിടെ ഉണ്ട്, ഒരു വണ്ടിയും കൂടെ ഉണ്ട്, നമ്മളിപ്പോൾ സ്കൂട്ടി, അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ എന്തിനോട് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം നേരെ അങ്ങോട്ടേക്ക് പോകാൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ഒരു കാരക്കേൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇത് എന്താണ്, അമ്പഴങ്ങയാണെന്നൊക്കെ. ശരിക്കും ഇത് അമ്പഴങ്ങയല്ല, ഇതിൻ്റെ പേര് കാരക്ക എന്ന് തന്നെയാണ് നമ്മളെ നാട്ടിൽ പറയുന്നത്. അമ്പഴങ്ങ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ അത് വേറെ ഉണ്ട്, അത് വേറെ ഒരു സാധനമാണ്. ശരിക്കും ഞാൻ കാണിച്ചിട്ടുണ്ട്, അവിടെ കണ്ടോ, ഈ കിടക്കുന്നുണ്ടോ, ഈ സാധനമാണ് കാരക്ക. ഇതാണ് കാരക്ക എന്ന് പറയുന്നത്. ശരിക്കും അമ്പഴങ്ങ ഇതല്ല. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തു ഇത് അമ്പഴങ്ങയല്ലേ എന്നല്ല, ഇത് കാരക്കയാണ് കേട്ടോ. ഇതിനെ കാരക്ക എന്ന് തന്നെ പറയുന്നത്. നല്ല പഴുത്ത കാരക്കയാണ്. കണ്ടോ, ഇങ്ങനെ തൊടുമ്പോൾ തന്നെ പീച്ച് പോകുന്നുണ്ടല്ലോ. ഇത് പഴുത്ത കാരക്കയാണ്. ഇത് പച്ചയ്ക്ക് പറിച്ചാൽ എന്ത് ചെയ്യുക, ഉപ്പിൽ അച്ചാറിലൊക്കെ ഇടാം. അതിൽ നമ്മൾ പറഞ്ഞ ആവശ്യമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നോളി, നമ്മൾ സാധനം തരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് പാഴ്സൽ അയച്ചു തരുമോ, പിന്നെ കാസർഗോഡ് നിന്ന് ഒരാൾ എനിക്കത് കൊറിയർ അയച്ചിരുന്നത്. ഈ കൊറിയറൊക്കെ അയച്ചു തരാം, പക്ഷേ ഇതെങ്ങനെയാണ് കൊറിയർ 2-3 ദിവസം എടുക്കും. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നിനും കൊള്ളാൻ പറ്റാത്ത രീതിക്കാവും. കാരണം ആകെ പിന്നെ അഴുകിയിട്ടും ചീഞ്ഞിട്ടും കൊറിയറൊക്കെ വെച്ചിട്ട് എങ്ങനെ കൊണ്ടുപോകും. ആരെങ്കിലും വന്നിട്ട് പറിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ വന്നോളി. നിങ്ങൾക്ക് കീസോ സഞ്ചിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് എന്താ ചെയ്യുക, പറിച്ചുകൊണ്ട് പോവാം. ഇതൊക്കെ മുകളിലുണ്ട് കേട്ടോ, ഇതൊക്കെ മുകളിൽ സാധനം നിൽക്കുന്നുണ്ട്. ഫോണിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം കണ്ണോട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും, പക്ഷേ ക്യാമറയിൽ എത്ര അറിയാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇത് പച്ച നിറമാണ്, പിന്നെ ഇലയും പച്ച കളർ ആവുകൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ വന്നിട്ട് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നോളിയും, പറിച്ചുകൊണ്ടിരിക്കോളി, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വന്നോളി, ഓൾവേസ് വെൽക്കം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യട്ടെ, റെഡി ആയിട്ട് നമുക്ക് നേരെ റമീസിനെ പിക്ക് ചെയ്തിട്ട് വരാം. ഞാൻ ഇവിടുന്ന് കൈയ്യട്ടെ, മണ്ട ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ റമീസ് ഇതാ അവിടെ, പിന്നെ ട്രെയിനിൽ അവൻ്റെ കൂടെ ഇറങ്ങിയ ആരോ ഒരു പാസഞ്ചറിനൊക്കെ എന്തോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആളെന്തോ വഴിയോ കാര്യങ്ങളോ എന്തോ ചോദിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ അവനോട്. ഓക്കെ, അങ്ങനെ റമീസിന് ബൈയൊക്കെ പറഞ്ഞാൽ വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരാളെ കാണിച്ചല്ലോ റമീസിൻ്റെ ഒപ്പം, പിന്നെ ഇറങ്ങി എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ റമീസ് പറഞ്ഞു ഇതാണ് എൻ്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോൾ ആള് ബോംബെയിൽ നിന്ന് വന്ന ആളാണ്, മുംബൈയിൽ നിന്ന് ഇവിടെ കേരളത്തിലേക്ക് പിന്നെ സന്ദർശിക്കാൻ കറങ്ങാൻ വന്ന ആളാണ് കേട്ടോ. അപ്പോൾ ആളിന് പിന്നെ ഇവിടുത്തെ വഴികൾ കാര്യങ്ങളൊന്നും അറിയില്ല. ആൾ ഓൾറെഡി വന്നിട്ടുണ്ട്, പക്ഷേ ആളുടെ ഒരു ഫ്രണ്ട് പുറത്ത് പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ കുറച്ച് കാലുകൊണ്ട് കുറച്ച് പ്രശ്നമുള്ള ആളാണ്, കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്, ഒരു വയസ്സായ ആളാണ്. അപ്പോൾ പുള്ളി ടൂറിസ്റ്റാണ്. അപ്പോൾ കേരളത്തിലേക്കൊന്നും നമ്മൾ അതിഥിയാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു പുള്ളിക്കാരൻ്റെ കയ്യിരിക്കുന്ന ബാഗും ആ ഒരു ട്രോളിയും ഒന്ന് പിന്നെ ഉന്തിക്കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ചോദിച്ചു. കാരണം നമ്മൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് പിന്നെ സ്റ്റെപ്പ് കയറി ലിഫ്റ്റ് കയറിയിട്ടാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താനും. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ ചോദിച്ചു. അങ്ങനെ ആളുടെ ബാഗും ട്രോളിയൊക്കെ ഉരുട്ടിയിട്ട് ഞാനതാ പോകുന്നുണ്ട്. പിന്നെ ഇന്ന് ഉമ്മയും റമീസും ചക്കരയൊക്കെ വരുന്നുണ്ട്. വാപ്പ പിന്നെ കാർ എടുക്കാൻ വേണ്ടിയിട്ട്, കാർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മാറിയാണ് പാർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് വാപ്പ കുറച്ച് മുന്നിലും പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെത്തി, സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിയിട്ട് അപ്പോൾ ആ ഒരു ബാഗ് കാര്യങ്ങളൊക്കെ ഞാൻ താഴോട്ട് വെച്ച് കൊടുക്കണം. എനിക്ക് ശരിക്കും ആരാണെന്നോ അത് എവിടെ ഉള്ളതാണെന്നോ ഒന്നും അറിയില്ല, അവിടെ വന്നിറങ്ങിയ പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളൊരു ഹെൽപ്പ് വെച്ചപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആ പുള്ളിക്കാരൻ നേരെ പോയിട്ടുണ്ട്.
റമി ഇവിടെ ഉണ്ട്, ഉമ്മ ഉണ്ട്, ചക്ക ഇവിടെ ഉണ്ട്. അപ്പോൾ വാപ്പ കാർ എടുക്കാൻ പോയിരിക്കണല്ലേ? പരിചയപ്പെട്ടതാണല്ലേ? അല്ല നമ്മളിപ്പോ ഒരാൾ നമുക്ക് രണ്ടുപേര് അല്ല, നമ്മളിപ്പോ ഒരാൾ മറ്റൊരാളെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ അവർ തന്നെ പുള്ളിക്കാരൻ നമ്മളെ വരത്തില്ല, പകരം വേറൊരാൾ വരും. എല്ലാവരും മനുഷ്യന്മാരല്ലേ? ചോദിച്ചു അല്ല, നമ്മളിപ്പോൾ ഒരാൾക്ക് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ കുഴപ്പം, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എന്തായാലും ദൂരത്തിൽ കൊണ്ട് വരുന്ന താമസമേ ഉള്ളൂ, കാര്യങ്ങളേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്കൊന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും വാപ്പ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്, നമുക്ക് വീട്ടിലോട്ട് പോകില്ലേ? പോവാം. അങ്ങനെ ഇതാ നമ്മൾ കരിക്ക് കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കുടിച്ചോ? കരിക്ക് കുടിച്ചു കഴിഞ്ഞു. അവിടുത്തെ അടുത്ത ആൾക്ക് കൊടുത്തു. ചക്കരയെ കുറച്ച് മുമ്പേ കിട്ടിയോണ്ട് മുമ്പേ കുടിച്ചു അല്ലേ? കട്ട് ചെയ്യട്ടെ? ഓക്കെ. അപ്പം വാപ്പ ഉണ്ട് കേട്ടോ. വാപ്പ കരിക്ക് വേണ്ട പറഞ്ഞു. വാപ്പതേ ചായ കുടിക്കാൻ വേണ്ടി പോയിരിക്കണം. അപ്പോൾ നമുക്ക് നാലാൾക്ക് കരിക്ക് മതി പറഞ്ഞിട്ട് അങ്ങനെ കരിക്ക് വാങ്ങാം. ഇതാട്ടോ, ഒന്ന് കട്ട് ചെയ്തേ. അപ്പോൾ വീടൊക്കെ എത്തി. നേരെ ഉമ്മ അടുക്കളയിൽ കയറിയിട്ടുണ്ട് അല്ലേ? ഉമ്മ എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കണെന്ന്? ഐശ്യ മോനെ, നല്ല അടിപൊളി ബീഫും പിന്നെ എൻ്റെ കൂടെ എന്താ കോമ്പിനേഷൻ എന്നറിയോ? ചിക്കന്. ഓക്കെ ഓക്കെ. അപ്പൊ നല്ല അടിപൊളി കപ്പ. നമ്മളിതിനെ കപ്പ കൂട്ടാൻ വെച്ചെന്നൊക്കെ പറയും, പിന്നെ കപ്പ ബീഫ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അത് തന്നെ സാധനം. നമ്മൾ നല്ല കപ്പയും അതേപോലെ ബീഫും വെക്കാൻ പോവാണ്. ഇപ്പൊ ചക്കരയോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരയോടെ സോഫി വിളിക്കുന്നുണ്ട്. അപ്പൊ ചക്കര ഉള്ളിയും അതിനുള്ള ചെറിയ ഉള്ളി റെഡിയാക്കി തന്നിട്ട് ചക്കരയുടെ ഉമ്മായോ സോഫിയൊക്കെ വിളിക്കാനുണ്ട്. അങ്ങനെ പോയിരിക്കാണ്. അപ്പോൾ സോഫി വിളിക്കണല്ലേ? സോഫി വിളിക്കാണ്. അപ്പോൾ ഉമ്മ ഇവിടത്തെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ബീഫ് എന്നാ വാങ്ങിയതിപ്പോ? ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച വാങ്ങിയല്ലേ? വെള്ളിയാഴ്ച വാങ്ങി നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു സാധനം. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ റമീസ് വന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് കാര്യങ്ങളൊന്നും കൂടെ ഇല്ല കേട്ടോ. ചോറ് നമ്മൾ ഉച്ചയ്ക്കുള്ള ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചോറും കഴിച്ചിട്ടാണ് റമീസിന് എടുക്കാൻ പോയത്. എന്നിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയത്. നല്ലപോലെ വെന്തല്ലോ. ഈ ഒരു സാധനം കണ്ടോ? ഈ സാധനം പിന്നെ എന്താണിത്? ഇതല്ലേ മടലല്ലേ? ഓലന്റെ മടൽ അഥവാ തുടുപ്പെന്ന് പറയും സാധനത്തിന്. ഇതിനൊക്കെ എനിക്ക് എത്ര അടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയും ഇല്ലേമ്മ? ഈ ഒരു സാധനങ്ങൾ ഉമ്മ എന്തെന്നറിയാം, എൻ്റെ ഒക്കെ ചെറിയതല്ലേ, ഞാൻ 6ലോ 5ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കും. അപ്പൊ ഉമ്മ ഇതെടുക്കും, എനിക്ക് 2 എണ്ണം കിട്ടും. അങ്ങനെ എത്രത്തോളം അടി കിട്ടിയ സാധനമാണ് ഈ ഇരിക്കണത്. ഇപ്പോൾ ഉമ്മ അങ്ങനെ വരും, ചന്തിക്ക് 2 എണ്ണം തരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാനിതെടുത്ത് ഒരിക്കല് പറമ്പിൽ എറിഞ്ഞു ഇല്ലേ? ആ തെങ്ങിന്റെ ചോട്ട് എറിഞ്ഞില്ലേ? ചൂരലാണ്. ഇതാണ് നാട്ടിക്കല്ലേ? അപ്പൊ ചൂരലിനും അടി കിട്ടിയിട്ടുണ്ടെന്ന് ആൾക്കാർ പറയും. ചെറുതിന് നല്ല വികൃതിയായിരുന്നു, അതുകൊണ്ട് എനിക്കും അനുജനൊക്കെ നല്ല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം അതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ കപ്പ ഇളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഉലുവയൊക്കെ ഇട്ടിട്ടുണ്ട്. ഉമ്മ എന്നോട് പറഞ്ഞു ഇത് വെക്കാൻ നേരത്ത് ഇന്ന് എൻ്റെ സ്പെഷ്യൽ ബീഫ് വെക്കാൻ പറഞ്ഞു. വെക്കണേ കുഴപ്പമില്ല, പക്ഷെ എന്താണെന്നറിയോ, നമ്മൾ ഒരു ദിവസം വെച്ച് കൊടുത്ത് പിന്നെ അവർക്ക് ടേസ്റ്റ് പറ്റിയാലേ പിന്നെ ഡെയിലി നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. പിന്നെന്താ? അതുകൊണ്ടാണ് വെക്കാത്തത്. അല്ലാതെ ഇപ്പൊ നമ്മള് ഗൾഫിലൊക്കെ എത്ര ഉണ്ടാക്കിക്കണ്. അതാണ് പറഞ്ഞതേ. ഞാൻ ഇനിയിപ്പോ ഒരു ദിവസം വെച്ച് അതിന്റെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതേമാതിരി പിന്നെ ഡെയിലി ഞാൻ വെക്കേണ്ടി വരും. നിങ്ങൾ പിന്നെ ബീഫ് വാങ്ങിയിട്ട് പറയും ഇന്ന് നിജാസിന്റെ സ്പെഷ്യല്, അടുത്ത ദിവസം നിജാസിന്റെ സ്പെഷ്യല് കഴിയും. എന്നിട്ടല്ലേ അതൊക്കെ ഞാൻ വെക്കും ഒരു സർപ്രൈസ് ആയിട്ട്. ബീഫ് വേവിച്ചിട്ട് ഉള്ളി നമുക്ക് പിന്നെ വഴറ്റിയെടുക്കാം. നമ്മുടെ പരിപാടികളുടെ നടക്കുന്നത്. റമീസ് ഉറങ്ങാണല്ലേ? അതെ അതെ, റമീസ് വന്ന യാത്രാക്ഷീണത്തിൽ കുളിച്ചിട്ട് കയറി ഉറങ്ങാണ്. ഓക്കെ, ഫുഡൊക്കെ റെഡി ആകുമ്പോൾ ഫുഡ് കഴിക്കാം.